അമേരിക്കയിൽ വീണ്ടും യഹൂദവിരുദ്ധ ഭീകരാക്രമണം. അമേരിക്കയിലെ കൊളറാഡോയിലുള്ള ബോൾഡർ നഗരത്തിലെ ഒരു മോളിനടുത്ത് നടന്ന ഇസ്രായേൽ അനുകൂല പ്രകടനത്തിന് നേരെ ബോംബേറ്. റാലിയിൽ പങ്കെടുത്തവർക്ക് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ് നടത്തിയ ഭീകരാക്രമണത്തിൽ മുഹമ്മദ് സാബ്രി സൊലൈമാൻ എന്ന വ്യക്തി അറസ്റ്റിലായതാണ് റിപ്പോർട്ടുകൾ. മൊളോട്ടോവ് കോക്ടെയിൽ എന്നറിയപ്പെടുന്ന ഇന്ധനം നിറച്ച കുപ്പികളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. ഷർട്ട് ധരിക്കാതെ അർദ്ധനഗ്നനായായിരുന്നു അക്രമി എത്തിയത്. ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുകയാണ്. പ്രായമായവർക്കാണ് പരിക്കേറ്റത്. പ്രതിഷേധക്കാർക്ക് നേരെ പൊള്ളുന്ന ദ്രാവകവുമായി പാഞ്ഞെടുത്ത മുഹമ്മദ് സാബ്രി ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യങ്ങളും മുഴക്കിയെന്നാണ് FBI റിപ്പോർട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം ആക്രമണം ഭീകരപ്രവർത്തനമെന്ന നിലയിൽ അന്വേഷണം തുടങ്ങിയതായി FBI അറിയിച്ചു. അറസ്റ്റിലായ മുഹമ്മദ് സാബ്രി സൊലൈമാൻ ഈജിപ്ഷ്യൻ സ്വദേശിയാണെന്നും കാലാവധി കഴിഞ്ഞ വിസയുമായി നിലവിൽ കൊളറാഡോയിൽ താമസിക്കുകയാണെന്നുമാണ് മാധ്യമ റിപ്പോർട്ടുകൾ. 2 ആഴ്ചയ്ക്ക് മുമ്പ് മെയ് 21 വാഷിംഗ്ടൺ DC-യിൽ നടന്ന വെടിവയ്പിൽ ഇസ്രായേൽ എംബസിയിൽ ജോലി ചെയ്തിരുന്ന 2 പേർ കൊല്ലപ്പെട്ടതിന്റെ നടുക്കം വിട്ടുമാറും മുൻപെയാണ് വീണ്ടും യഹൂദ വിരുദ്ധ ആക്രമണം US-ൽ ഉണ്ടായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.